ഹലോ, എല്ലാവർക്കും സുഖമാണോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂട്ടുകാരീസ്. നിങ്ങൾ ആരെങ്കിലും ഈ ലോകത്തുള്ള മതങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? വേൾഡ് വൈഡ് എടുക്കുവാണെങ്കിൽ എത്ര മതങ്ങളാല്ലേ? പല ആചാരങ്ങളും പല രീതിയിലുള്ള പ്രാർത്ഥനകളും. ഏത് മതത്തെ വിശ്വസിക്കുന്നവരോട് സംസാരിച്ചാലും ഉണ്ടല്ലോ, ഞാൻ പറയുന്ന വിശ്വസിക്കുന്നവരെ കുറിച്ചാട്ടോ, അവരോട് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അല്ലെ നോമ്പെടുക്കുന്നത്, ഉപവസിക്കുന്നത്, വ്രതമെടുക്കുന്നത്, അതെല്ലാം കിട്ടുന്നുണ്ടെന്ന്. ഇങ്ങനെ പലരുടെ അടുത്തുനിന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എന്താന്ന് പറയട്ടെ. സത്യത്തിൽ ഈ ലോകത്ത് ഒരു ദൈവമേ ഉള്ളൂ. ആ സെയിം ആൾ തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നത്. മനുഷ്യർക്ക് ഗ്രൂപ്പ് തിരിഞ്ഞ പുള്ളീനെ പല പേര് വിളിച്ച് പല രീതിയിൽ ആരാധിക്കുന്ന ഇഷ്ടമെന്ന് മനസ്സിലായത് കൊണ്ടായിരിക്കും ദൈവം സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. മനുഷ്യരെന്നെ ഏത് പേര് വേണേലും വിളിച്ചോട്ടെ, മര്യാദയ്ക്ക് ജീവിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നുണ്ടാവും ദൈവം. ഇതെല്ലാം ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് വിചാരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവരുണ്ടല്ലോ, അവരോട് കുറച്ച് നേരമെങ്കിലും സംസാരിച്ചാൽ അവരുടെ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി പോവും. അവർ പറയുന്നതിലും കാര്യമില്ലേന്ന് തോന്നിപ്പോവും. ഇനി എല്ലാ ജീവജാലങ്ങളിലുള്ള മനസ്സെന്നുള്ള സംഭവമായിരിക്കുമോ ദൈവമെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്നത്? നല്ലവരായിട്ടുള്ള ഒരു ദൈവവും ചീത്തയായിട്ടുള്ള ഒരു പിശാചും. ചീത്തയായിട്ടുള്ളവരെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നവരെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ആർക്കറിയാം. എന്തായാലും എൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിക്ക് ഞാൻ എൻ്റെ ചിന്തകൾക്ക് ഈ പോയിൻ്റ് ബ്രേക്ക് കൊടുക്കും. അത്രയും ഞാൻ താങ്ങത്തുള്ളൂ കേട്ടോ. എത്ര വിചിത്രവും പിടികിട്ടാത്തതുമാണല്ലേ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം. ഇത്രയൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള നമ്മൾ ഗ്രേറ്റ് ഹ്യൂമൻ ബീങ്സിനെ ഈ ചിന്തകളെല്ലാം എന്നുവരെ ഉണ്ടാകുന്നോ, അടുത്ത സെക്കൻഡിൽ എന്താകുന്നോ അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ ആരോ ഉണ്ടാവും. ഭയങ്കരം തന്നെയല്ലേ, ചിരി വരും. അപ്പോൾ ശരി, ഹാവ് എ ഗുഡ് ഡേ.